year's World Drug Day campaign recognizes that effective drug policies must be rooted in science, research, full respect for human rights, compassion, and a deep understanding of the social, economic, and health implications of drug use. The International Day Against Drug Abuse and Illicit Trafficking, or World Drug Day, is marked on 26th June every year to strengthen action and cooperation in achieving the goal of a world free of drug abuse. Drugs abuse is not only illegal, but it also harms your physical and mental health. പ്രതിജ്ഞ. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Right? It was regarding what? Drug abuse, against drug abuse, isn't it? So today we are all gathered here to get an insight about what will happen if you abuse drugs. Okay, you will get an insight into that. And being the students, you are the future citizens. So in you we see that all the things that you are doing in the school, which is seeded inside your mind. Okay, so this seed should grow up and it should become the future of our nation. So I welcome Praveen sir. He is excise officer, Great Range, Padalikara. So sir is actually like a family member of our school now because he is so down to earth a person. So after his class, whatever doubts you have, you can ask him. Please raise your hand and you can ask him. Clear? And sir will be asking some questions to you. Actually, it is like an interaction. You all should interact in the class and you should listen carefully. Even if your friends are actually troubling you, don't mind your friends. Just listen to sir. Okay, children? So let's have a wonderful day today. Thank you. Over to sir. എല്ലാവർക്കും ഒരേ നാളെ ഇഷ്ടമാണ് ഒന്നും തന്നെയാണോ? അല്ല. ദോശ ആയിരിക്കും, ഇഡ്ഡലി ആയിരിക്കും, അല്ലെങ്കിൽ പൊറോട്ട ആയിരിക്കും, ബിരിയാണി ആയിരിക്കും, പലതാണ്. ആണോ? കുടിക്കുന്നത് പോലും പലതാണ്. ചായ ഇഷ്ടമുള്ളവരുണ്ട്, കാപ്പി ഇഷ്ടമുള്ളവരുണ്ട്, നാരങ്ങ വെള്ളം, മോരും വെള്ളം, ജ്യൂസ് പലതാണ് അല്ലേ? എന്തിനാ പറഞ്ഞത്? മണം പോലും നമുക്ക് ഒരേ മണമാണ് ഇഷ്ടം. റോസാപ്പൂ ഇഷ്ടമുള്ളവരുണ്ട്, മുല്ലപ്പൂവുണ്ട്, പിന്നെന്തുള്ളത്, പിച്ചിപ്പൂവുണ്ട്, പുതിയ ബുക്ക് മേടിച്ച് മണപ്പിക്കുന്നവരുണ്ട്, പുതിയ നോട്ട് മണപ്പിക്കുന്നവരുണ്ട്, പെട്രോൾ ഡീസലിൻ്റെ മണം നോക്കുന്നവരുണ്ട്. അതൊക്കെ ശരിക്കും കേടാണ്. ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ? അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ദോശ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ ചില കെമിക്കൽസ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദോഷം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഈ കെമിക്കലുകളോട് നമ്മുടെ തലച്ചോറിനകത്തുള്ള ചില കോശങ്ങൾക്ക്, ചില സെൽസിന് ഇഷ്ടക്കൂടുതലുണ്ട്. ചില കെമിക്കൽ വസ്തുക്കളോട് നമ്മുടെ തലച്ചോറിലുള്ള ചില കെമിക്കലുകൾക്ക് ഇഷ്ടക്കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ദോശ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നത്. ക്ലിയറായി പറഞ്ഞത്. ഇപ്പം തന്നെ പൊറോട്ട മോശമാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാനും കഴിക്കും. എന്തുകൊണ്ടാണ്? അത് അടങ്ങിയിരിക്കുന്ന ചില കെമിക്കലുകളോട് എൻ്റെ തലച്ചോറിലെ കോശങ്ങൾക്ക് ഇഷ്ടക്കൂടുതലുള്ളതുകൊണ്ടാണ്. നമസ്കാരം, ഞാൻ ഗൗരി ശങ്കർ, ഇവിടെ 8th പഠിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ ക്ലാസ്സുകളുമെല്ലാം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിലായി ശക്തി പ്രാപിച്ച് വരുന്നുണ്ട്. എന്നിട്ടും ഈ യുവാക്കൾക്കിടയിലുള്ള ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? എക്സൈസിൻ്റെ ആയാലും പോലീസ് എന്ന പ്രവർത്തനങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് മാത്രമായിരുന്നു. അന്ന് എൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കുന്നവരെ കണ്ടുപിടിക്കുക, അവരെ പിടികൂടുക. പിന്നെയുള്ള പഠനങ്ങൾ തെളിയിച്ചാണ് സ്കൂൾ കുട്ടികൾ മുതൽ ആദ്യമേ യുവാക്കളായിരുന്നു അവർക്ക് ബോധവൽക്കരണം. ഇപ്പോൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് തീരെ ചെറിയ ക്ലാസ്സുകൾ മുതലേ ഇത്തരം പ്രവർത്തനം ആരംഭിക്കുക. അതായത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ബാല്യം അമൂല്യം എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി വന്നിട്ടുണ്ട്. അതായത് കൊച്ചു ക്ലാസ്സുകൾ, അതായത് LP ക്ലാസ്സുകൾ മുതൽ ഇത്തരം കാര്യങ്ങളെ പറ്റി നടപ്പിലാക്കുക, സിലബസിൽ മറ്റും ഉൾപ്പെടുത്തുക. അങ്ങനെ പല പദ്ധതികളും നടപ്പിലാക്കി വരുന്നത് ഇപ്പോൾ താരതമ്യം കുറവാണ്. ഞാൻ ചിത്രങ്ങൾ വെച്ചിരുന്നു. ഒറ്റ പരാതിയും നമ്മുടെ സ്കൂളിൽ നിന്നാണ് വളരെ കുറയുന്നുണ്ട്.
ഞാൻ വൈകാവിനോ ജയസ് 8Bയിൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം, ഒരു വ്യക്തി ലഹരിക്ക് പിടിക്കപ്പെടുമ്പോൾ അവൻ്റെ ഫോട്ടോ സഹിതം മാധ്യമങ്ങളിൽ വരാറുണ്ട്. അതിനാൽ തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരാൻ ഒരുങ്ങുമ്പോൾ സമൂഹം അവനെ തിരസ്കരിക്കുന്നു. സാഹചര്യം വീണ്ടും അവനെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മരണത്തിലേക്ക്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ എങ്ങനെ രക്ഷിക്കണം? വിമുക്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. വിമുക്തിയുടെ അണ്ടറിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ആലപ്പുഴ ജില്ലയിലേക്കും ഏറ്റവും നല്ല ഡി അഡിക്ഷൻ സെൻറ്റർ മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ഉണ്ട്, സൈക്യാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവരുമായി ബന്ധപ്പെടുത്തുന്നത് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ ഡ്രഗ്സ് ഇപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത് നമ്മളിപ്പം നമ്മുടെ ചേച്ചിയോ ചേട്ടനോ എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അവരെ ഡ്രഗ്സിൽ നിന്ന് ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് എങ്ങനെ മാറ്റാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിയെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഈ പോകുന്ന ആളുടെ പേരോ വിലാസമോ ഫോട്ടോസോ ഒന്നും പുറത്തുവിടുന്നില്ല. പ്രത്യേകിച്ച് വേറെ അധികം ചിലവുകളുമില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അടിയിൽ അണ്ടറിൽ വിമുക്തി എന്ന് പറഞ്ഞ ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട്. അവരുമായി നമ്മുടെ ഒരു സുഹൃത്ത് ലഹരിയിൽ അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൻ ലഹരിയിൽ അടിമപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ഏതെങ്കിലും ഒരു മോശപ്പെട്ട വസ്തു ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന മാർഗമാണ് അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം. അത്രയും നാളും സ്മാർട്ടായിട്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഉൾവലിയുന്നു, പഠനത്തിൽ പുറകോട്ട് പോകുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ മുറി അടച്ച് കൂടുതൽ സമയം ഇരിക്കുന്നു, ബാത്റൂം അടച്ച് കൂടുതൽ സമയം ഇരിക്കുന്നു, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നു, പുറത്തുനിന്ന് പോയിട്ട് വന്നാൽ അത് പെട്ടെന്ന് പല്ല് തേക്കുന്നു, അല്ലെങ്കിൽ വൃത്തിബോധം കുറയും. A warm and graceful morning to everyone present here. It's my privilege to propose the vote of thanks on this fruitful occasion. On behalf of the school, I extend my sincere gratitude towards our Chief Guest Praveen Sir for enlightening our minds and making us aware about the perils of drug abuse with your valuable knowledge. Today we have grasped a lot of information which will truly help us in our life. Sir, we wish for such meaningful classes in future too. I would like to thank the school's management committee for their inevitable role in organizing this glorious occasion. An event like this cannot happen overnight. The wheels started rolling days ago. I would also like to share my heartfelt thanks to our principal in charge, Lakshmi ma'am, for being a constant inspiration and guiding us in all possible means. Thank you ma'am for your support throughout the event. I extend my gratitude to Sangeeta Miss in charge of Vimukti Club and our co-curricular activities HOD Srikala Miss for organizing this program and all other teachers and staffs for making it a grand success. A great എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ സ്വാതി ചന്ദ്ര, 12യിൽ പഠിക്കുന്നു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായ ഇന്ന് വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്കൂൾ പാർലമെന്റിലേക്ക് ഏവരുടെയും ശ്രദ്ധ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്പീക്കർ മീനാക്ഷി എസ് 12യിൽ, മുഖ്യമന്ത്രി ആർദ്ര ജയപ്രകാശ് 12യിൽ, പ്രതിപക്ഷ നേതാവ് അപ്സര പ്രസാദ് 12യിൽ. ആമുഖ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നിയമസഭാ മണ്ഡലത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മറ്റ് മന്ത്രിമാർ, MLA-മാർ ഏവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി ദിനം. സ്കൂൾ കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ യുവതലമുറയെ ലഹരിയുടെ കലാവസ്ഥകളിൽ നിന്ന് രക്ഷിക്കുവാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്തെല്ലാം നടപടികൾ താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത്? ഇതിലേക്ക് പ്രമേയം അവതരിപ്പിക്കുവാൻ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വ്യക്തികളെ അന്ധകാരത്തിലേക്കും കുടുംബങ്ങളെ തകർച്ചയിലേക്കും സമൂഹത്തെ സർവനാശത്തിലേക്കും നയിക്കുന്ന ലഹരി വസ്തുക്കളെ തിരിച്ചറിയുകയും അതിന്റെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ തടയുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ലഹരി ഒരു സാമൂഹ്യ തിന്മയാണെന്ന് അതിനെതിരെ ജനകീയ മനസാക്ഷി ഉണർത്തി ജനകീയ ബദൽ സൃഷ്ടിക്കേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് നാം ഓരോരുത്തരും സ്വയം ബോധ്യപ്പെടുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് വിദ്യാർത്ഥികളുടെ ധർമ്മം ആണെന്ന് തിരിച്ചറിയുക. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക, അത് ഉപയോഗിക്കുന്നവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് നാളത്തെ പൗരന്മാരായ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ലക്ഷ്യം ആണെന്നുള്ളത്
ബോധ്യപ്പെടുത്തി ഇനിയുള്ള ഓരോ പ്രവർത്തനങ്ങളും ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാകണം എന്നുള്ളത് ഈ പ്രമേയത്തിലൂടെ അവതരിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ബഹുമാനപ്പെട്ട സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും മറ്റ് നിയമസഭാ സാമാജികർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളർന്നു വരുന്ന തലമുറയെ ലഹരിയിൽ നിന്നും രക്ഷപ്പെടുത്തി ജീവിതം തന്നെ ലഹരിയാക്കുക എന്ന ബോധം വളർത്തുവാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാർ സ്വീകരിക്കുന്ന ഏത് നടപടികൾക്കും എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ വാഗ്ദാനം നൽകുന്നു. ഏവരുടെയും സമ്മതത്തോടുകൂടി മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേന പാസാക്കുന്നു. പ്രയോഗിക്കുക